ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നഗരം. ഇത് കഴിഞ്ഞാൽ ഇനി അന്റാർട്ടിക്ക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു നഗരത്തിനെ വിശേഷിപ്പിക്കുന്നത് ദ ലാസ്റ്റ് സിറ്റി എന്നാണ്, അല്ലെങ്കിൽ ലോകാവസാനം. ആ ഒരു നഗരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് അർജന്റീനയിലെ ഉഷുവായ. ഏതാണ്ട് 82,000 ആളുകൾ താമസിക്കുന്ന ഒരു നഗരമാണ്. ഈ ഒരു ഉഷുവായനെ ഗേറ്റ് വേ സിറ്റി ടു അന്റാർട്ടിക്ക എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതായത് ഏതാണ്ട് 48 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടുന്ന് അന്റാർട്ടിക്കയിലോട്ട് എത്താൻ പറ്റും. ഈ ഒരു ഉഷുവായ സിറ്റിയിൽ നിന്ന് അന്റാർട്ടിക്കൻ പെനിൻസുലയിലേക്ക് ഏകദേശം 1100 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അന്തർദേശീയമായിട്ട് അംഗീകരിക്കപ്പെട്ട 5 അന്റാർട്ടിക്കൻ ഗേറ്റ് വേ നഗരങ്ങളിൽ ഒന്നാണ് ഉഷുവായ. ടിയാറ ഡെൽ ഫുഗോ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ഉഷുവായ. ഉഷുവായയുടെ ഒരു ഭാഗം ചിലി എന്ന് പറയുന്ന രാജ്യമാണ്. അർജന്റീനയും ചിലിയും പങ്കിടുന്ന ഒരുപാട് ദ്വീപുകൾ അടങ്ങുന്ന ടിയാറ ഡെൽ ഫ്യൂഗോ ദ്വീപ സമൂഹത്തിലാണ് ഈ ഉഷുവായ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. പര്യവേഷകൻ കൂടിയായ അഗസ്റ്റോ ലാസർ 1884 ഒക്ടോബർ 12 ഉഷുവായ നഗരം സ്ഥാപിക്കുന്നത്. ഇവിടുത്തെ നാഷണൽ പാർക്ക് വളരെ പ്രശസ്തമായ ഒന്നാണ്. ടിയാറ ഡെൽ ഫ്യൂഗോ നാഷണൽ പാർക്ക് എന്നാണ് അതിനറിയപ്പെടുന്നത്. അർജന്റീനയിൽ സ്ഥാപിതമായിട്ടുള്ള ആദ്യത്തെ തീരദേശ ദേശീയ ഉദ്യാനമാണ് ടിയാറ ഡെൽ ഫ്യൂഗോ നാഷണൽ പാർക്ക്. ഈ ഒരു ദേശീയ ഉദ്യാനം അർജന്റീനയിലും ചിലിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഉഷുവായ നഗരത്തില് വർഷം മുഴുവനും ശരാശരി താപനില എന്ന് പറയുന്നത് 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെയാണ്. ഈ ഉഷുവായ നഗരത്തിന്റെ കാലാവസ്ഥയെ അന്റാർട്ടിക്ക ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഈ ഒരു ഉഷുവായയിലെ വേനൽക്കാലം എന്ന് പറയുന്നത് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളൊക്കെ ആയിരിക്കും. അതിൽ തന്നെ ഏറ്റവും ചൂടേറിയ മാസം എന്നൊക്കെ പറഞ്ഞാൽ അത് ജനുവരിയിലാണ്. ജനുവരിയിൽ ഏതാണ്ട് 29 ഡിഗ്രിയൊക്കെ വരെ താപനില പോകാറുണ്ട്. ഈ ജൂലൈയിലാണ് ഏറ്റവും താഴ്ന്ന താപനില വരുന്നത്. അത് -21. ഇവിടുത്തെ തണുപ്പ് കാലം എന്ന് പറഞ്ഞാൽ ജൂൺ, ജൂലൈ മാസങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും തണുപ്പ് കാലം സാധാരണ ഡിസംബറിലല്ലേ എന്ന്. അത് ഭൂമധ്യരേഖക്ക് മുകളിലുള്ള പ്രദേശങ്ങളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭൂമധ്യരേഖക്ക് താഴെയുള്ള പ്രദേശത്താണ്, സദേൺ ഹെമിസ്ഫിയർ. ഈ ഒരു പ്രദേശത്ത് ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ചൂടേറിയ മാസങ്ങളാണ്. ഇവിടെ വേനൽക്കാലമായിരിക്കും. അതുപോലെ ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് തണുപ്പ് കാലം എന്ന് പറയുന്നത്. ഇത് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. ഡിസംബറിൽ വേനൽക്കാലത്ത് ഈ പ്രദേശം മേഘാവൃതവും നല്ല കാറ്റുള്ള സമയമാണ്. അതുപോലെ ജൂലൈയിൽ ആ ഒരു ശൈത്യകാലത്ത് ഇവിടെ മഞ്ഞുവീഴ്ച ഉണ്ടാവാറുണ്ട്. ഈ ഒരു നഗരത്തില് വർഷത്തില് ശരാശരി 206 ദിവസങ്ങളും മേഘാവൃതമായിട്ടുള്ള ഒരു സമയമായിരിക്കും. അതുപോലെ ഉഷുവായില് പ്രതിദിനം ശരാശരി 4 മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പകലിന്റെ ദൈർഘ്യം ഒരുപാട് വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. വേനൽക്കാല സമയത്ത് 17 മണിക്കൂർ പകലുണ്ടെങ്കിൽ അത് ശൈത്യകാലത്ത് വെറും 7 മണിക്കൂർ മാത്രമേ ഇവിടെ പകൽ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ലോകത്തിന്റെ അവസാന നഗരത്തിൽ നിന്ന് നമ്മൾ അന്റാർട്ടിക്ക കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുകയാണ്. ഉഷുവായുടെ കൂടുതൽ കാഴ്ചകൾ നമ്മൾ അന്റാർട്ടിക്ക യാത്രയ്ക്ക് ശേഷമായിരിക്കും നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് കാരണം നമ്മൾ അന്റാർട്ടിക്കയിലോട്ട് യാത്ര പോകുന്നത് ഷിപ്പിലാണ്. ഈ ഷിപ്പിൽ കയറുന്നതിന് മുമ്പ് മെഡിക്കൽ ചെക്കപ്പും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കും. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അസുഖങ്ങളോ ഇപ്പൊ കൊറോണ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ബാധയോ പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷിപ്പിൽ നമുക്ക് കയറാൻ സാധിക്കില്ല, ആ യാത്ര പോകാനും ചിലപ്പോൾ സാധിക്കില്ല എന്ന് വരും. അതുകൊണ്ട് അധികം ഒന്നും കറങ്ങി നടക്കാണ്ട് നേരെ നമുക്ക് ഷിപ്പ് യാത്ര കഴിഞ്ഞ ശേഷം അന്റാർട്ടിക്ക കണ്ട ശേഷം തിരിച്ചു വന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ സമയമെടുത്ത് ഈ സ്ഥലങ്ങളെല്ലാം കാണാം. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ സ്ഥലങ്ങളൊന്നും അധികം കാണിക്കാതെ നമ്മൾ നേരെ ഡയറക്റ്റ് കപ്പലിലോട്ട് പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷെറിൻസ് വ്ലോഗ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അർജന്റീനയിലാണ്. അർജന്റീനയിലെ ഉഷുവായ എന്ന് പറയുന്ന അർജന്റീനയുടെ ഏറ്റവും സൗത്ത് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സിറ്റിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് എൻഡ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന സ്ഥലം. അതായത് ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ നഗരമില്ല, പിന്നെ അന്റാർട്ടിക്കയാണ്. അപ്പോൾ ലാസ്റ്റ് സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നഗരം അതാണ് ഉഷുവായ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇന്ന് കാണുന്നില്ല. നമ്മൾ വേറൊരു ദിവസം ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാഗില്ലേ അതിന് ഷിപ്പിലോട്ട് കൊടുത്തു വിടണം. അത് നമ്മൾ ഇങ്ങനെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഒപ്പം മറ്റേ ഫ്ലൈറ്റിൽ കയറുന്ന പോലെ അങ്ങ് കയറ്റിവിട പരിപാടിയല്ല. രാവിലെ 9 മണി തൊട്ട് 12 മണി വരെ ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഈ ബാഗ് അവർക്ക് കൊണ്ടേ കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ കൊണ്ടുപോക്കുള്ളായിരിക്കും, നമ്മുടെ ക്യാബിനിൽ എത്തിക്കുമായിരിക്കും, അങ്ങനെയാണെന്ന് തോന്നുന്നത്. പിന്നെ 2 മണിക്ക് ശേഷമാണ്, ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് നമ്മൾ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്ക് പാക്കായിട്ട് ജസ്റ്റ് മാത്രം നമ്മുടെ കയ്യിലൊരു സാധാരണ ബാഗ് ഉണ്ടാവില്ലേ അത് മാത്രമായിട്ട് പോയാൽ മതി.
ബാക്കി സാധനങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഞാൻ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ 9:30 ആയിട്ടോ സമയം. 9 മണിക്ക് കുഴപ്പമില്ല, 12 മണി വരെ സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ മതി. ഈ ബാഗ് ഞാൻ ഇത് ലാസ്റ്റ് ട്രിപ്പാണ് ഈ ബാഗ് ഉപയോഗിക്കണം. കാരണം കുറേ നാളെ ഇതൊക്കെ കുറേ കീറി പറയാൻ തുടങ്ങി. ഇത് എവിടേക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ നമ്മുടെ തുർക്കി ട്രിപ്പിലുണ്ട്, ന്യൂസിലാൻഡിൽ പോയപ്പോൾ, ഓസ്ട്രേലിയ പോയപ്പോൾ, അങ്ങനെ കുറേ സ്ഥലത്ത് ഇതേ സാധനം കൊണ്ടാണ് പോയത്. പിന്നെ മധ്യപ്രദേശിലൊക്കെ പോയപ്പോൾ അങ്ങനെ ഒരു 100 കൂട്ടം സ്ഥലത്ത് കൊണ്ടുപോയ ബാഗാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു വഴിയായിട്ടിരിക്കുകയാണ്. ഇത് ഈ ട്രിപ്പോടുകൂടി ഈ ബാഗ് മാറ്റണം. ഞാൻ എന്തെങ്കിലും കിട്ടിയാൽ മാക്സിമം യൂസ് ചെയ്യേ, അതാണ് നമ്മുടെ ഒരു ശൈലി. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഉഷായ സിറ്റി കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇവർ ഒരു ലൊക്കേഷൻ തന്നിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി പോവാണ്. ആ ലൊക്കേഷനിൽ ബാഗ് കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം, അതാണ് പരിപാടി. പിന്നെ ഇവിടുത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കാര്യം പറഞ്ഞില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഇവിടുത്തെ പരിപാടി സാധാരണ എല്ലാ ഹോസ്റ്റലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ആരും ഒന്നും ഉണ്ടാക്കി തരില്ല. സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും, ബ്രെഡും ജാമും, പിന്നെ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടാവും. മുട്ടയൊക്കെ വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം. അതാണ് ഇവിടുത്തെ പരിപാടി. രാവിലെ ഞാൻ കുറച്ച് ബ്രെഡും പിന്നെ ഒരു ബുൾസൈ കടിച്ച്. ഓംലെറ്റ് ഉണ്ടാക്കുക സവാള ഉണ്ടായിരുന്നില്ല, നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക. സാധനങ്ങളൊക്കെ വരും. പിന്നെ ഇന്നലെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ഇവിടെ പക്ഷേ അത്ര എക്സ്പെൻസീവ് ആയിട്ടൊന്നും തോന്നാറില്ല കേട്ടോ, നോർമൽ റേറ്റ് ഒക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എൻ്റെ പുറകിൽ കാണാനൊക്കെ മഞ്ഞും മലകളൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 4 ഡിഗ്രിയാണ്. ഓ രക്ഷയില്ല, അടിപൊളി. എക്സൈറ്റിനെ അടിച്ച് പ്രാന്ത് അടിച്ച് നിൽക്കുകയാണ്. എനിക്കിനി 1 കിലോമീറ്റർ അങ്ങോട്ട് നടക്കാറുണ്ട് ആ ഒരു പോയിന്റിലോട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഷിപ്പ് ദേ കിടക്കണം മോനെ. ദേ അത് കണ്ടോ, ആ നീല കളർ ഷിപ്പ് കണ്ടോ, അതാണ് നമ്മുടെ ഷിപ്പ് കേട്ടോ. നമ്മൾ പോകുന്ന എക്സ്പെഡീഷൻ ഷിപ്പാണ് ആ കാണുന്നത്, ആൽബട്രോസ് കണ്ടോ. ആൽബട്രോസ് എന്ന് പറയുന്ന ആ ഒരു ഷിപ്പിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം, ആ നീല കളറിലെ. അതിൻ്റെ അപ്പുറത്തൊക്കെ വലിയ ഷിപ്പുകൾ കിടക്കുന്നുണ്ട്, സെലിബ്രിറ്റി. ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് കണ്ടോ, കുറേ ഷിപ്പുകളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ. ഇതും ഈ കാണുന്നതും ഈ വേറൊരു ഷിപ്പാണെന്നാണ് തോന്നണം, അന്റാർട്ടിക്കക്ക് പോണത്. പക്ഷെ നമ്മൾ പോകുന്ന ഷിപ്പാണ് ഇത് ബ്രാൻഡ് ന്യൂ ഷിപ്പാണ്, പുതിയ ഷിപ്പാണ്, ആദ്യത്തെ സർവീസും കൂടിയാണ് കേട്ടോ. എൻ്റെ പൊന്നോ, എക്സൈറ്റ്മെന്റ് അടിച്ച് പ്രാന്തിടിക്കുക. ഞാൻ പെട്ടെന്ന് കൊണ്ട് ബാഗ് കൊടുക്കട്ടെ. ഉച്ചക്ക് കയറാൻ അങ്ങോട്ട്. ഉച്ചക്ക് 2 മണിക്കാണ് ബോർഡിങ് ടൈം. ഉഷുവായ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ലോകത്തിലെ ഏറ്റവും സൗത്തിലുള്ള സിറ്റിയാണ്. പക്ഷെ എൻ്റെ പൊന്നോ. പിന്നെ വേറെ കാര്യം ഉണ്ടോ, ഏറ്റവും സൗത്തിലുള്ള സിറ്റി എന്ന് പറയുമ്പോൾ ഇത് പ്രദേശമില്ലേ, ഭൂമിയുടെ പ്രദേശം, അതായത് കരഭാഗം ഇതല്ല. ഏറ്റവും സൗത്തിലുള്ള കര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കേപ്പ് ഹോൺ എന്ന് പറയും. കേപ്പ് ഹോൺ എന്ന് പറയുന്നത് ചില്ലിയുടെ ഭാഗമാണ്. അത് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങനെ കുറച്ചങ്ങ് മാറിയിട്ടാ. അപ്പോൾ അത് പക്ഷെ അവിടെ ആൾത്താമസമില്ല. ആൾത്താമസമുള്ള ഒരു സിറ്റിയാണ് ഏറ്റവും താഴത്തെ സിറ്റി എന്ന് പറയുന്നത് ഉഷുവാണ്. പക്ഷെ പ്രദേശം അല്ലെങ്കിൽ ഒരു കരഭാഗം എന്ന് പറയുന്നത് കേപ്പ് ഹോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് ചില്ലിയുടെ ഭാഗമാണ്. ഇത് നമ്മൾ ആക്ച്വലി നിൽക്കുന്ന ചില്ലി ബോർഡർ തന്നെയാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സൈഡ് ചില്ലിയും ഒരു സൈഡ് അർജന്റീന ആയിരിക്കും. അതൊക്കെ കാണിച്ചു തരാം. എൻ്റെ മുന്നോ, ഇത് നോക്കിയ ഒരു നീല കളർ ബസ് കിടക്കണ, ഇത് സിറ്റി ടൂർ വണ്ടിയാ. ഈ ബസ്സിൽ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ സിറ്റി മൊത്തം ഈ ബസ്സിൽ കയറി കാണാം. ഡബിൾ ഡെക്കർ. നമ്മുടെ തോപ്പുംപടി അങ്കമാലി ബസ് പോലെ തന്നെ ഉണ്ട്, KSRTC ബസ്സില്ല അതേപോലെ. ഓയിൽ എന്തൊക്കെ ഒഴിക്കുന്നു. ഇത് കൊള്ളാട്ടാ, ഇതൊക്കെ വേണമെങ്കിൽ എടുക്കാട്ടാ. ഞാൻ ഈ ബാഗ് ഒന്ന് ഡ്രോപ്പ് ചെയ്യട്ടെ, എന്നിട്ട് വരാം. അർജന്റീന ഫ്ലാഗൊക്കെ കിടന്ന് പറക്കുന്നുണ്ടാ. പക്ഷെ എൻ്റെ മോനെ, നമുക്ക് 1 കിലോമീറ്റർ നടക്കാനുണ്ട് എൻ്റെ ഹോസ്റ്റലിൽ നിന്ന്. ഞാനപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ആ പോയിന്റിലോട്ടെ. അവിടെയാണ് മീറ്റിംഗ് പോയിന്റ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാഗ് ആദ്യം ഡ്രോപ്പ് ചെയ്യണം, പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ബോർഡിങ് ടൈം. അപ്പം പിന്നെയും ചെല്ലേണ്ട അങ്ങോട്ട് തന്നെയാണ്. ഈ കാണുന്നൊക്കെ ഹോട്ടലാണ്. ഇത് കണ്ടോ, ഹോട്ടൽ ആൽബട്രോസ്. ഇതൊരു നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞു കേട്ടെ, ഹോട്ടൽ ആൽബട്രോസ്. പിന്നെ അതേ ഇവിടെ ഒരു സ്തൂപമൊക്കെ ഉണ്ട് കണ്ടോ. ഇതൊക്കെ വരാം. ഞാൻ ജസ്റ്റ് ആദ്യം ബാഗ് ഡ്രോപ്പ് ചെയ്യട്ടെ, എന്നിട്ട് വരാം തിരിച്ച്. വേറൊരു കാര്യമുള്ളത്, നമ്മുടെ ഈ ട്രിപ്പിൽ മലയാളികളുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, ഒരു ജിഷ്ണു ചേട്ടൻ, പുള്ളി US എന്നുള്ളതാണ്, മലയാളിയാണ്. പക്ഷേ US സെറ്റിൽഡ് ആയിട്ടുള്ള ആളാണ് പുള്ളി. ഈ ട്രിപ്പിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയൊക്കെ കുറേ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് ഈ ഷിപ്പൊക്കെ ബുക്ക് ചെയ്തിട്ടോ. ആക്ച്വലി കഴിഞ്ഞ വർഷം പോകണ്ടായിരുന്നു ഞാൻ. അത് എന്തായാലും നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു ട്രിപ്പിലോട്ട് ആയിക്കോ ഞങ്ങൾ ഒന്നിച്ചായി. അപ്പോൾ നമുക്ക് കാണാം. പിന്നെ പുള്ളിയുടെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേര് മലയാളികളുണ്ട്. പിന്നെ ഏറ്റവും കോമഡി, ഞാൻ താമസിച്ച ഹോട്ടലിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ഇന്ത്യക്കാരൻ 2 പേര്. അത് IT വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളി ട്രാവൽ ചെയ്തുകൊണ്ട് ഇവിടെ എന്താണ് ഉഷയിലൊക്കെ കറങ്ങുന്നു. അതുമല്ല സൗത്ത് അമേരിക്കയൊക്കെ കറങ്ങുന്ന ഒരാൾ. പുള്ളി ഹൈദരാബാദിൽ നിന്നുള്ള. പിന്നെ വേറൊരു ഹൈദരാബാദിൽ തന്നെയുള്ളൊരു വേറൊരാൾ. അദ്ദേഹം ഈ അമേരിക്കയിലും അലാസ്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് നോർത്ത് അമേരിക്കയുടെ മുകളിൽ നിന്ന് അലാസ്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പുള്ളി ഉഷയിൽ വരെ എത്തി. ഇത് ഞാൻ ആലോചിക്കുന്നത്, ഇന്ത്യക്കാരൊക്കെ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നറിയാമോ? നമ്മളറിയാത്തതുകൊണ്ട് അവർക്കൊന്നും സോഷ്യൽ മീഡിയ ഇല്ല, അതാണ്. മനസ്സിലായോ? ഞാൻ ആക്ച്വലി ഇതേപോലെയുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോഴാണ് കുറേ പേരെ പരിചയപ്പെടാൻ പറ്റണേ. ഇവരൊക്കെ പോയ ആൾ ട്രാവൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒക്കെ മലയാളികൾ അറിയുന്നില്ല എന്നുള്ളതാണ് പലരെയും. കാരണം അവർക്ക് സോഷ്യൽ മീഡിയ സംഭവങ്ങളൊന്നുമില്ല.
ഇപ്പോൾ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് സോഷ്യൽ മീഡിയയിലും ഉണ്ട്, സഞ്ചാരം പോലെയുള്ള പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന എല്ലാവരും അറിയുന്നു. പക്ഷെ ഇത് അറിയാത്തവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ? ഞാൻ ഇതുപോലെയൊക്കെ ഓരോരുത്തരെ കാണുമ്പോഴാണ് ഞെട്ടിപ്പോണത്. കുറേ മലയാളികളുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന, ഈ നമ്മുടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കവർ ചെയ്ത മലയാളികളുണ്ട്. അതേ തന്നെ വണ്ടി, വലിയ വണ്ടിയാണല്ലോ. അതായത് നോർത്ത് കൊറിയ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും കവർ ചെയ്ത മലയാളികളുണ്ട്. പിന്നെ അത് മാത്രമല്ല 1980 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്ന് അമേരിക്കയിലോട്ട് കാറായിട്ട് എക്സ്പെഡിഷൻ നടത്തിയ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ആക്ച്വലി അവരോട് വീഡിയോനെ കുറിച്ചൊക്കെ ചോദിച്ചാണ്, നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. അവർക്കൊന്നും ഈ സോഷ്യൽ മീഡിയ ഒന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് പുറം ലോകം ആരും അറിയാത്തത്. ആക്ച്വലി അങ്ങനത്തെ ഹെവി ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ഒരാൾ ഓടിപ്പോ നോക്കി. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു പട്ടിക്ക് തണുപ്പ് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഇട്ട് കൊടുത്തേക്കാണെന്ന് തോന്നുന്നത്. നോക്കി കൊള്ളട്ടാ. ഇത് ഞാൻ ഡൽഹി പോയപ്പോൾ ഇതുപോലെ കണ്ടായിരുന്നു. ഡൽഹിയിൽ പട്ടികൾക്ക് തണുപ്പ് കാലത്ത് ഇതേപോലെ ഡ്രസ്സൊക്കെ ഇടിക്കും. അപ്പോൾ പാഞ്ഞു പോകാനുള്ള വണ്ടിയൊക്കെ, നല്ല ക്ലൈമറ്റ്. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ ഒരു ക്ലബ്ബ് കാണാം. ഈ ഒരു പോയിന്റിലോട്ട് വരാനാണ് അവർ പറഞ്ഞേക്കണം. എനിക്ക് തോന്നുന്നു അതിൻ്റെ പുറകിലും കണ്ട ആ ക്ലബ്ബ് തന്നെയായിരുന്നു. അതിൻ്റെ പുറകുവശത്താണ് അവർ ഉള്ളത്. ബാഗ് എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ എല്ലാവരും രാവിലെ തന്നെ വന്നെന്ന് തോന്നുന്നു. എല്ലാ ബാഗുകളും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാഗ് ഡ്രോപ്പ് ചെയ്തു. നമ്മുടെ ക്യാബിന് F ആണ്. റൂം നമ്പറൊക്കെ പറഞ്ഞു 302. അപ്പോൾ എന്തായാലും എനിക്ക് വയ്യ, അന്റാർട്ടിക്കയിലോട്ടൊക്കെ പോകുന്നു. രക്ഷയില്ല. ഞാൻ ആദ്യമേ നടന്നു വന്ന സമയത്ത് ജാക്കറ്റ് ഇട്ടില്ല, കാരണം എനിക്ക് ക്ലൈമറ്റായിട്ടൊന്ന് മാച്ച് ചെയ്യാനായിട്ട് നല്ലതാണെന്ന് തോന്നിയോണ്ട് ചെയ്തതാണ്. പിന്നെ ക്യാപ്പ് ഇപ്പോൾ അധികം വെക്കാതെ, അത്യാവശ്യം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ക്ലൈമറ്റായിട്ടൊന്ന് മാച്ച് ആയില്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ തന്നെ മൊത്തം മൂടിക്കെട്ടി കഴിഞ്ഞാൽ ശരീരം സമയം എടുക്കും മാച്ച് ആവാനായിട്ട് ക്ലൈമറ്റായിട്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് കിട്ടില്ല എന്നുള്ളൂ. പക്ഷെ അധികം നേരം ഇടാണ്ടിരുന്ന പണിയും കിട്ടും. ഞാനപ്പോൾ ഈ തീരത്തിൻ്റെ ഭാഗത്തോട്ട് വന്നേ. ഇവിടെ നോക്കുമ്പോൾ മറ്റേ കടൽക്കാക്കകളല്ലേ, നിറച്ച് കടൽക്കാക്ക കേട്ടാ, അടിപൊളി. ഒരു മഞ്ഞ ഷിപ്പൊക്കെ കാണാം. അതിൻ്റെ അപ്പുറത്ത് മഞ്ഞ് മലയൊക്കെ, കുറേ ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ട്. അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്നു, ഇത് കണ്ട, അടിപൊളി. നമ്മുടെ ഷിപ്പിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോകാൻ പറ്റുമെന്നെങ്കിൽ തോന്നല്ലോ കേട്ടാ. എന്തായാലും വൈകുന്നേരം പോകാലോ. ഇവിടെ പണ്ടെപ്പോഴോ തകർന്നുപോയ ഒരു ഷിപ്പ്, അതിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു. അവശിഷ്ടം എന്ന് പറയാണ്ട് മുഴുവനും ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാത്ത എന്തോ തകർന്നുപോയ ഷിപ്പാണ്. അവിടെയൊക്കെ വലിയ വലിയ ക്രൂസ് ഷിപ്പ് കിടക്കണുണ്ടോ. ഇതാണ് പോർട്ടിലേക്കുള്ള വഴി എന്ന് തോന്നേ. നമ്മളും ഇതേപോലത്തെ ഒരു ബസ്സിലായിരിക്കും പോവുക. നമ്മളിപ്പോൾ പോയ പോയിന്റ് ഇല്ലേ, ആ പോയിന്റിൽ തന്നെ ഉച്ചക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് പുറേട്ടോ ഉഷ്വ. നമ്മളിപ്പോൾ പോയ പോയിന്റ് ഇല്ലേ, ആ പോയിന്റിൽ തന്നെ ഉച്ചക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബസ് വരും. ആ ബസ്സിൽ കയറിയിട്ട് വേണം ഇതിനകത്തേക്ക് പോകാനായിട്ട്. വെൽക്കം ടു ഉഷുവായ പോർട്ട് കേട്ടാ, ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എന്താ നിറച്ച ആൾക്കാരാണല്ലോ. എൻട്രൻസാ എന്തോ ബോട്ട് ട്രിപ്പോ അങ്ങനെ എന്തോ പരിപാടിയാണെന്ന് തോന്നണം. ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹലോ, ഇതെന്താ സംഭവം എന്ന് അറിയാമോ? ഇവിടെ നാഷണൽ പാർക്ക് ഉണ്ടല്ലോ, ഈ നാഷണൽ പാർക്കിലുള്ള ടൂറുകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന വണ്ടികളൊക്കെയാണ്. ഇവർ പറയുന്ന റേറ്റ് ഭയങ്കര കൂടുതലാണ്, $120 പക്ഷെ അത്രയൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നൊരു $40 എറൗണ്ട് എങ്ങനെ വന്നാലും ഒരു $50 താഴെ വരാനേ സാധ്യതയുള്ളൂ. കാരണം നമ്മുടെ ഹോസ്റ്റലിൽ അത് ചോദിച്ചായിരുന്നു. അപ്പോൾ 35,000 പെസോസൊക്കെ റേറ്റ് വരുന്നുള്ളൂ ഒരു 3-4 മണിക്കൂറിലെ ട്രിപ്പ്. അതൊക്കെ നമുക്ക് പോകും. നമ്മൾ അന്റാർട്ടിക്ക ട്രിപ്പ് കഴിഞ്ഞിട്ട് അതൊക്കെ പോകാൻ പ്ലാൻ ചെയ്തേക്കണം. 3 ദിവസം ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓഫീസാണ് ഇത്. പല പല കമ്പനികളൊക്കെ കണ്ട, ഇതുപോലെ വണ്ടി റെൻ്റ് എടുത്തുകൊണ്ട് നമുക്ക് പോകാം. വണ്ടി റെൻ്റ് എടുത്താൽ നമുക്ക് സ്വന്തമായിട്ട് പോകാം, അത് നല്ലൊരു പരിപാടിയാണ്. പിന്നെ അല്ലെങ്കിൽ ഇതേപോലത്തെ കമ്പനികളിൽ ഇഷ്ടംപോലെ ഗ്രൂപ്പ് ട്രിപ്പുകളുണ്ട്. എൻഡ് ഓഫ് ദ വേൾഡ് സൈൻ, അതായത് അവിടെ ഒരു പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. അവിടെ കൊണ്ട് നമ്മുടെ പാസ്പോർട്ടിൽ സീലൊക്കെ ചെയ്യിക്കുക, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പാസ്പോർട്ടിൽ അംഗീകാരമില്ലാത്ത ഒരു സാധനത്തിൻ്റെ സീല് ഒരു കാരണവശാലും ചെയ്യരുത്. നല്ല പണി കിട്ടും. അതൊക്കെ മണ്ടത്തരമാണ്. മനസ്സിലായി? ഒരു രാജ്യത്തിൻ്റെ സീലാണെങ്കിൽ ഓക്കെ, അതല്ലാണ്ട് സൂവനിയർ സീലുകളൊന്നും നമ്മുടെ പാസ്പോർട്ടിൽ അടിക്കരുത് കേട്ടോ. അതൊക്കെ പണി കിട്ടും എപ്പോഴെങ്കിലുമൊക്കെ. അതൊക്കെ ഭയങ്കര മണ്ടത്തരാ. പക്ഷെ ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ സീൽ അടിക്കോട്ടാ. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ട്രാവൽ ചെയ്യുന്ന പാസ്പോർട്ടിൽ എനിക്ക് 2 പാസ്പോർട്ട് ഉണ്ട്. എൻ്റെ പഴയ പാസ്പോർട്ടിൽ കുറേ പേജസ് ഉണ്ട്, അതിനകത്ത് അടിക്കാൻ കുഴപ്പമില്ലല്ലോ. അത് ക്യാൻസലായ പാസ്പോർട്ട് ആയതുകൊണ്ട് നോ പ്രോബ്ലം. അതുകൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നില്ല. പഴയ പാസ്പോർട്ടാണ് എൻ്റെ ആദ്യത്തെ പാസ്പോർട്ട്. അപ്പോൾ അതിനകത്ത് സീൽ അടിക്കാം, നമുക്കൊരു മെമ്മറിയായി, വേറെ പ്രശ്നങ്ങളും ഇല്ല ട്രാവൽ ചെയ്യുമ്പോൾ. അതല്ലാണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന പാസ്പോർട്ടിൽ സൂവനിയർ സീലുകളൊന്നും അടിക്കരുത് കേട്ടോ. നമുക്ക് ഏതെങ്കിലും രാജ്യത്ത് പണി കിട്ടും. ചില രാജ്യത്ത് കുഴപ്പമില്ല, പക്ഷെ പല രാജ്യത്തും ഇഷ്യൂ വരും. ശരിക്കും ഈ സിറ്റി കൂടി ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമുണ്ട്. ഈ കടലിൻ്റെ അങ്ങടെ കയറി ഇങ്ങനെ കിടക്കുന്ന ഒരു കുന്നാണ് ശരിക്കും ഈ സിറ്റി.
അത് നമുക്ക് ഇവിടുത്തെ റോഡുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കാണാൻ കണ്ട മുകളിലോട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കടകളൊക്കെ ഉണ്ട്, കുറേ റെസ്റ്റോറൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുള്ള കളർഫുൾ കടകളൊക്കെ. ഞാൻ ആക്ച്വലി ഇതേ കൂടി ഇങ്ങനെ തെരപ്പാറി ഇങ്ങനെ നടക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്, നടക്കല 2 മണി വരെ സമയമുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞില്ല നാഷണൽ പാർക്ക് ടിയാറോ ഡെൽ ഫ്യൂഗോ എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കാണ്. ഈ നാഷണൽ പാർക്കും ഭൂമിയിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നാഷണൽ പാർക്ക് എന്നുള്ള പ്രത്യേകതയുണ്ട്. അത് ശരിക്കും ചില്ലിയിലും ഈ അർജൻറ്റീനയിലായിട്ടാണ് കിടക്കണം, വലിയ ഏരിയ. അപ്പോൾ അങ്ങോട്ടൊക്കെ ട്രക്കിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തണുപ്പുള്ള ഗ്ലേഷ്യറുള്ള ഭാഗത്തോട്ടൊക്കെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ട്രക്ക് ചെയ്യുമ്പോൾ നിങ്ങളിൽ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട. ഇവിടെ റെൻറ്റിന് കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് എന്താ ഇങ്ങനത്തെ കടകളൊക്കെ റെൻറ്റിന് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മേടിക്കാം. തണുപ്പിൻ്റെ എല്ലാ സാധനങ്ങളും, സ്റ്റിക്കുകൾ, ബൂട്ടുകൾ, എന്ത് സാധനം മേടിക്കാം കേട്ടോ. അപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വണ്ടി ഇരിക്കാൻ നോക്കി, അമ്പോ അടിപൊളി കിടിലം ബൈക്കല്ലേ. ഇവിടുത്തെ കടകളുടെ പേരൊക്കെ എഴുതിയേക്കുന്നത് എനിക്ക് തോന്നുന്നു സ്പാനിഷ് ആയിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. വായിച്ചാൽ നമുക്ക് എന്താ അർത്ഥമൊന്നും മനസ്സിലാവില്ല. ഇതൊക്കെ ഉണ്ട്. ഇതെന്താണ് ബാൻകോ പാറ്റഗോണിയ പാറ്റഗോണിയ എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. അങ്ങനെ കുറേ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്, ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, ഇതെന്താണ് ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ പടം. ഇത് കണ്ടോ, ഇതൊരു പോസ്റ്റ് ഓഫീസാണ്. ഇവിടെ വന്നാൽ വേറൊരു പരിപാടി ഉണ്ട്. ഇവിടെ നമ്മുടെ പാസ്പോർട്ടിൽ സീൽ അടിപ്പിക്കാൻ പറ്റും. അതായത് ഈ എൻഡ് ഓഫ് ദ വേൾഡിൽ നമ്മൾ വന്നു എന്നുള്ളത്, ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നു പറഞ്ഞിട്ട് നമുക്ക് സീൽ അടിപ്പിക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് ഞാൻ ഇവിടുത്തെ ഹോസ്റ്റലിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ നമ്മൾ ഹോസ്റ്റലിൽ എടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് എല്ലായിടത്തും കണക്ഷൻസ് ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ ട്രിപ്പുകൾ ഇവിടെയൊക്കെ പോവാം, പിന്നെ ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇത് കറക്റ്റായിട്ട് ഇവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഹോസ്റ്റലിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യണ പരിപാടി എവിടെ ചെന്നാലും ഹോസ്റ്റലിൽ ചെന്ന് ചോദിക്കും എന്തൊക്കെയാണ് ഈ സിറ്റിയിൽ ചെയ്യാനുള്ള പ്രധാന പരിപാടികൾ. അപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു തന്നാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു പരിപാടി ഉണ്ട്. പക്ഷേ പാസ്പോർട്ടിൽ സീലടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. സൂവിനിയർ ആയിരിക്കുമല്ലോ ചിലപ്പോൾ ഇതൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ പഴയ പാസ്പോർട്ടിലാണ് അടിക്കാൻ പോകണം. അല്ലെ, ഇവിടെ ചോദിച്ചു നോക്കട്ടെ എങ്ങനെയാണ് എൻ്റെ പരിപാടി എന്നൊക്കെ. ഇവിടെ 9 മണി തൊട്ട് വൈകുന്നേരം 4:30 വരെ ഓപ്പൺ ആയിരിക്കട്ടെ. കണ്ടാ, ഇതാണ് പോസ്റ്റ് ഓഫീസ്. മൊബൈൽ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. നല്ല തിരക്കാണല്ലോ. ചോദിച്ചു നോക്കട്ടെ ഇവിടുത്തെ പരിപാടി. അങ്ങനെ നമ്മുടെ പാസ്പോർട്ടിൽ സീലടിക്കുകയാണ്. ആഹാ, 2 സീലുണ്ട്. ഞാൻ 3 സീലുണ്ടാ. ആഹാ, ചാറ വര അടിച്ചു. ഓക്കെ, താങ്ക് യു, നൈസ്. കണ്ട മോനെ, ഇതാണ് അപ്പോൾ സീല് വന്നേട്ടാ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഉഷ്വ അർജൻറ്റീന എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു സീലിംഗ് കൂടി വന്നേക്കാണ്. ഇനി വേറൊരു സീലിംഗ് കൂടി കിട്ടും. ഇവിടെ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സൈൻ ഉള്ള ഭാഗമുണ്ട്. നമ്മളങ്ങോട്ട് പോകുന്നുണ്ട്, അത് നാഷണൽ പാർക്കിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അവിടെ നിന്നും നമുക്ക് സീലടിക്കാം. ഇതെൻ്റെ പഴയ പാസ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇതിനകത്ത് അടിക്കണം. വേറെ ഒന്നും നോക്കാനില്ല, ഇതുകൊണ്ട് ട്രാവൽ ചെയ്യുന്നില്ലല്ലോ. പിന്നെ അതുപോലെ ഈ എംബ്ലം ഇല്ലേ, ഈ എംബ്ലത്തിൻ്റെയും ഈ പേരിൻ്റെ മുമ്പിലൊന്നും സ്റ്റിക്കറൊന്നും ഒട്ടിച്ച് വെക്കരുത് കേട്ടോ. അതും പ്രശ്നമാണ്. അതൊക്കെ ഭയങ്കര സീനാണ്. ചില രാജ്യത്തൊന്നും ചിലപ്പോൾ എൻട്രി ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഈ എവിടെയെങ്കിലുമൊക്കെ വിസ എടുക്കാനായിട്ട് ഏജൻസികൾക്ക് കൊടുക്കുമ്പോൾ ഇവന്മാർ ഇവിടെ മൊത്തം സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കും. പിന്നെ ചിലതൊക്കെ പറിച്ചു കളഞ്ഞാൽ പോകും, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നമുക്ക് പ്രശ്നമാണ്. പിന്നെ അതുപോലെ ഇങ്ങനത്തെ സൂനിയർ സീലുകളൊന്നും നമ്മുടെ പാസ്പോർട്ടിൽ അടിക്കരുത്. ഇത് പഴയതായിട്ട് നോ പ്രോബ്ലം. അപ്പോൾ ഞാനൊന്ന് പയ്യെ നമ്മുടെ ഹോസ്റ്റലിലോട്ട് നടക്കുകയാണ്. നമ്മുടെ ബാഗൊക്കെ എടുക്കണം, പിന്നെ ഭക്ഷണം കഴിക്കണം, കുറച്ച് പണികളുണ്ട്. ഇന്ന് തൊട്ട് പിന്നെ ഇൻ്റർനെറ്റ് ഇല്ലല്ലോ. അന്റാർട്ടിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. പക്ഷേ അത് ഭയങ്കര പൈസ ആയിരിക്കും. 10 ദിവസത്തേക്ക് ഇനി നെറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു. ഹലോ, ഇത് നമസ്തേ എന്നൊക്കെ പറയണു. നമ്മളെ കണ്ടപ്പോൾ തന്നെ ഇന്ത്യയാന്ന് മനസ്സിലായി. ഇന്ത്യ 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 La India no es posible. Thank you, man. Namaste. Thank you very much. Adiós. Bye. Argentina. Yeah. Bon voyage. Yes. Bon voyage. ഓക്കെ, പുള്ളി ഇങ്ങനെ പൈസ ചെയ്യുന്നുണ്ട്. ഹായ്. പുള്ളി എന്നെ കണ്ടപ്പോൾ തന്നെ ഇന്ത്യക്കാരുടെ മനസ്സിലായി. അപ്പം നമസ്തേ നമസ്തേ എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കൊരു 200 പെസോ കൊടുത്തു. 200 എന്ന് പറഞ്ഞാൽ ഒരു 20 രൂപയുള്ളൂ. അപ്പോൾ അത് കൊടുത്താണ്. ഈ കാണുന്നത് ഒരു ഹോട്ടലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ആള് ജനൽ ചാടാൻ വേണ്ടി നിൽക്കുന്ന പോലെ. ഇത് കണ്ട, കള്ളന്മാരാ. ഈ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഉണ്ട്. കണ്ട, പോലീസ് ഉണ്ട്. പിന്നെ അതേ മിലിറ്ററിയിലെ അങ്ങനെ എന്തോ ഇതൊക്കെ ചെയ്തേക്കണം. നല്ല രസമില്ലേ കാണാനായിട്ട്, അടിപൊളി. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട,
ഇത് ബൈക്കിനൊക്കെ ആൾക്കാർ പോണു. അപ്പോൾ സമയം 2 മണിയാകുന്നു. നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് നേരെ ഇറങ്ങി. നമ്മൾ നേരത്തെ ബാഗ് കൊണ്ടേ കൊടുത്തില്ല, അങ്ങോട്ടേക്ക് നടക്കാം കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നു 2:15 എൻ്റെ ബസ് വരുന്നത്. 2-ാം നമ്പർ ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടാഗ് തന്നായിരുന്നു. ഞാൻ ആക്ച്വലി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, കാരണം അടുത്ത ദിവസം നമുക്ക് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ബ്യൂണസ് എയറീസ് നമ്മൾ വേറെ കുറച്ച് സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് എടുക്കാൻ നോക്കിയിട്ട് പേയ്മെൻറ്റ് മൊത്തം എറർ, എന്താണെന്നറിയില്ല. അപ്പം അത് ചെയ്ത് കുറേ സമയം പോയി. എന്തായാലും അങ്ങനെ നടക്കുകയാണ്. ആക്ച്വലി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് വയ്യ. അന്റാർട്ടിക്കയിലോട്ട് പോകണ്ടോ നമ്മൾ? നമ്മൾ ആക്ച്വലി 2 വർഷം മുമ്പാണ് ഞാനിത് ബുക്ക് ചെയ്യുന്നത്. കറക്റ്റ് പറഞ്ഞാൽ 2022 മെയ്യിലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് കൊടുക്കണേ. അതായത് ബുക്ക് ചെയ്യാൻ, എൻ്റെ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് അഡ്വാൻസ് കൊടുത്തു, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ അതിനു മുമ്പേ കുറേ നാളായിട്ട് പ്ലാനിങ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3 വർഷം മുമ്പാണ് അതിൻ്റെ പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെ പോകണം, ഏത് ഷിപ്പ് എടുക്കണം. 2022 ഈ സംഭവം ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് മുമ്പേ ഇതൊക്കെ പ്ലാൻ ചെയ്യണമല്ലോ. അപ്പോൾ കുറേ നാളുകളായിട്ടുള്ള സംഭവമാണ്. അവസാനം ആ ഒരു സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പോകാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ഈ വർഷത്തേക്കാക്കി. പുതിയ ഷിപ്പൊക്കെയാണ്. യെസ്, എൻ്റെ മുന്നേ. പിന്നെ ഞാൻ ഈ ടിക്കറ്റ് ഇത്രയും വർഷം മുമ്പ് ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് പിന്നെ ടെൻഷനൊന്നുമില്ല. നമുക്ക് സീറ്റ് ഓൾറെഡി സെറ്റാണ്. അതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ഡീല്. അത് പക്ഷെ അത് വിചാരിച്ച് വരാൻ പറ്റുമൊന്നുമില്ല. കാരണം ആരെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം ആ ഒരു ടിക്കറ്റ് റേറ്റ് കുറച്ചിട്ട് അവർ സെല്ല് ചെയ്യും. അതിനാണ് ലാസ്റ്റ് മിനിറ്റ് ഡീൽ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളും ഇവിടുത്തെ ആ ഷിപ്പ് കമ്പനിയുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ കയറിപ്പോവാം. പക്ഷെ അത് വിശ്വസിച്ച് നമുക്ക് വരാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ക്യാൻസൽ ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത് റിസ്ക്കാണ്. നമ്മൾ അത് കിട്ടുമോ ഇല്ലെന്നൊന്നും ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ഈ അന്റാർട്ടിക്കൻ ട്രിപ്പ് ബുക്ക് ചെയ്യണമെങ്കിൽ, അതായത് എക്സ്പെഡിഷന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം 1 വർഷം മുമ്പെങ്കിലും ഇത് ബുക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഏറ്റവും കുറഞ്ഞ റേറ്റ് കിട്ടും. വേറൊരു പ്രശ്നമുള്ളത്, നമ്മൾ ഈ തൊട്ടടുത്തൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ക്യാബിനുള്ള, അതായത് പ്രധാനപ്പെട്ട ഇതൊക്കെ ഇല്ലേ, പല കാറ്റഗറി ഉണ്ടല്ലോ. അപ്പോൾ A ക്ലാസ്, B ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. അതിനൊക്കെ $20,000 $25,000 ആ റേറ്റൊക്കെയാണ്. അതൊന്നും നമുക്ക് പറ്റൂല. അപ്പോൾ ഒരു $5,000 മുകളിൽ എന്തായാലും വരും. നമുക്ക് വന്നേക്കുന്ന റേറ്റ് $7,500. അത് വേറെ കാര്യമുണ്ട് കേട്ടോ. എനിക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തന്നു ഈ കമ്പനി. നമ്മളൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട്, നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ട്രാവൽ വ്ളോഗർ ആയതുകൊണ്ട് അവർ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തന്നു പൈസ. ശരിക്കും ഈ ട്രിപ്പിന് $10,000. $10,000 എന്ന് പറയുമ്പോൾ 8 ലക്ഷത്തി സംതിങ് ഒക്കെ, 9 ലക്ഷത്തിനടുത്ത് വരും. പക്ഷെ നമുക്ക് $7,500 മാത്രമേ ആയുള്ളൂ. അങ്ങനെ കുറേ ഗുണമൊക്കെ ഉണ്ടായി. ഏകദേശം അറൗണ്ട് ഒരു 5 ലക്ഷം രൂപയുടെ സാധനം നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം പോകാനാണല്ലോ ആദ്യം പ്ലാൻ ചെയ്തത്. ആ ടിക്കറ്റിൻ്റെ റേറ്റാണ് $7,500 എന്നുള്ളത്. ഈ വർഷത്തേക്ക് ചേഞ്ച് ആയപ്പോൾ $2,000 കൂടെ എക്സ്ട്രാക്ക് വന്നായിരുന്നു. പിന്നെ ഇത് $10,000 ട്രിപ്പ് പോകണം. അങ്ങനെ കുറേ പൈസ എക്സ്ട്രാ വന്നു. അപ്പോൾ ആകെ പണി. ഞാൻ ആക്ച്വലി പണിയാവും പോകണോ എന്നൊക്കെ ഉള്ള ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മുടെ പ്രൊഫൈലൊക്കെ അയച്ചു കൊടുത്തപ്പോൾ ഷിപ്പിൻ്റെ ഈ ക്രൂസ് കമ്പനി അവർ നമുക്ക് $4,700 ഡിസ്കൗണ്ട് ചെയ്ത് തന്നേക്കണം. എറൗണ്ട് ഒരു 5 ലക്ഷം രൂപ. ആലോചിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇതാണ് പറയാനുള്ളത്. നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും. അത് നടക്കാൻ വേണ്ടി ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. അയ്യോ, എനിക്കറിയില്ല എന്തൊക്കെ സംഭവിച്ചെന്ന്. പിന്നെ ലാസ്റ്റ് മിനിറ്റൊക്കെയാണ് നമ്മുടെ കുര്യൻ സാറ് ഞാൻ ഇങ്ങനെ യാത്ര പോകണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളെ ഫിനാൻഷ്യലി കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആക്ച്വലി അത് ഭയങ്കര ഹെൽപ്പായി. കാരണം ഈ ഒരു ട്രിപ്പ് ശരിക്കും എനിക്ക് വന്ന കോസ്റ്റ് 10 ലക്ഷം രൂപയുടെ അടുത്താണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 10 അല്ല കേട്ടോ, അതിൽ കൂടുതൽ വന്നു. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ 2.5 ലക്ഷം രൂപ. പിന്നെ എന്താണ്, ഷിപ്പുകാർ 5 ലക്ഷം കുറച്ചില്ലെങ്കിൽ 15 ലക്ഷം രൂപയാണ്. മനസ്സിലായോ? അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ്. ഇതൊക്കെ ശരിക്കും യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ ഈ പറയുന്ന പൈസ ഒന്നും തിരിച്ചു കിട്ടില്ല. നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോകുന്ന സാധനം. ആ വർഷങ്ങളായിട്ട് പൈസ കൂട്ടി വെച്ചിട്ട് ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോകുന്ന. അല്ലാണ്ട് ഈ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലിട്ടാൽ ഈ പറയുന്ന 10 ലക്ഷം രൂപയൊന്നും കിട്ടില്ലല്ലോ. ആകെ കുറച്ച് എപ്പിസോഡ്, 15 എപ്പിസോഡ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ലക്ഷങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അത്രയും ബില്യൺസ് വ്യൂസ് പോകണം. അത് ഇടുന്ന വീഡിയോന് എല്ലാത്തിനും വേണം. ഏതെങ്കിലും ഒരു വീഡിയോന് പോയിട്ടൊന്നും കാര്യമില്ല. ഇടുന്ന വീഡിയോ മില്യനൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന എക്സ്പെൻസൊക്കെ കവർ ചെയ്യാൻ സുഖമാണ്. നമുക്ക് പക്ഷെ അത്രത്തില്ലല്ലോ, നമുക്ക് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ ആ ഒരു രീതിയിൽ
പോകാനാണ് പ്ലാൻ ചെയ്തത്. വർഷങ്ങളായിട്ടുള്ളൊരു സംഭവം. എനിക്ക് എന്താണെന്നറിയില്ല, ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് നമ്മൾ പോയപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെയായിരുന്നു. അതും നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു എവറസ്റ്റ് കാണണം എന്നുള്ളത്. അത് നമ്മൾ കണ്ടു. അതേപോലത്തെ ഒരു ആഗ്രഹമായിരുന്നു അന്റാർട്ടിക്കയിലൊന്ന് ചെന്ന് കാലുകുത്തണം എന്നുള്ളത്. ശരിക്കും അന്റാർട്ടിക്കയിൽ കുറേ ടൈപ്പ് യാത്രകളുണ്ട്. ചില്ലിന്നൊക്കെ വരാം, ഫ്ലൈ ചെയ്തൊക്കെ വരാം. നമ്മുടെ സന്തോഷാറ് ഇതുപോലെ വന്നത് ചില്ലിന്ന് ഫ്ലൈ ചെയ്തിട്ടാണ്. അങ്ങനെയൊക്കെ വരാം, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അന്റാർട്ടിക്ക എങ്ങനെ പോകാം എന്നതിനെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പോകാം, എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമുക്ക് ചെയ്യാം. നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കത് ഡീറ്റെയിൽ എല്ലാം കൂടി ചേർത്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് വെച്ചിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ പറയാം, എനിക്കൊന്നും ഓർമ്മ ഇല്ല, എല്ലാം കിളി പോയിട്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ സ്പീഡിൽ നടക്കാൻ കൊണ്ടുണ്ട്, അപ്പോൾ കിതക്കണ്. കാരണം ഇപ്പോൾ എത്ര മണി, ഒരു 5 മിനിറ്റും കൂടെ ഉള്ളു. കുഴപ്പമില്ല, വൈകിട്ടൊന്നുമില്ല. എന്നാലും ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും നേരത്തെ അവിടെ പോയി നിൽക്കാം. അവിടുത്തെ സാഹചര്യമൊക്കെ നോക്കാമല്ലോ. ബസ് വരും, നേരത്തെ പോയ പോയിന്റിൽ ബസ് വരും. ആ ബസ്സിലാണ് പോർട്ടിലോട്ട് പോകണം. അയ്യോ, അങ്ങനെ അന്റാർട്ടിക്കയിൽ എൻ്റെ മുന്നോ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ക്ലബ്ബ് 12:10 എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഷിപ്പിലേക്ക് പോകുന്ന ബസ് വരുന്ന സ്ഥലം. നമ്മുടെ മലയാളി ചേട്ടന്മാർ ഇവിടെ എവിടെയും കാണോട്ടോ, നോക്കട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിലേക്ക് കയറും. അതിനുശേഷം പിന്നെ അന്റാർട്ടിക്ക. എൻ്റെ പൊന്നു, എൻ്റെ 6ാമത്തെ ഭൂഖണ്ഡം, ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി, പെങ്കിനെ കാണാൻ, അന്റാർട്ടിക്ക കാണാൻ നമ്മൾ പോവുകയാണ്. എൻ്റെ പൊന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് ഈ സംഭവം. അയ്യോ. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളും ഒക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.